പ്രിയപ്പെട്ടവരെ, കർത്താവിന് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നു. ഇന്നത്തെ ദിവസം ഇങ്ങനെ എനിക്ക് ഒരു അവസരം തന്നേന്ന് ഓർത്ത് നന്ദി പറഞ്ഞു. വചനം പങ്കുവെക്കാനുള്ള ആ കൃപ, ആ ഓണർ, ഇറ്റ്സ് എ ബിഗ് ഓണർ. ഐ താങ്ക് മൈ ലോഡ് ഫോർ ദ ബ്ലെസ്സിങ്സ്. നമുക്കിന്ന് ഈ നോയമ്പ് കാലത്ത് നമുക്കറിയാം, വി ആർ ഓൾ സ്പെൻഡിങ് ദിസ് ടൈം. ഈ നോയമ്പ് എന്ന് വെച്ചാൽ നമുക്കറിയാം, ഇറ്റ്സ് ഓൾ അബൌട്ട് കമ്മിങ് ബാക്ക് ടു ദ ലോഡ്. കർത്താവിലോട്ട് തിരിച്ചു വരുന്ന ആ സമയങ്ങൾ, അതാണ് കർത്താവ് ആവശ്യപ്പെടുന്നത്. പ്രിയപ്പെട്ട, നമുക്ക് വചനം ബ്രദർ ഒന്ന് വായിക്കണം. നമുക്കറിയാം, ഈ കർത്താവിൻ്റെ നോയമ്പാലത്ത് എല്ലാം തിരിച്ചു വാ, കം ബാക്ക്. ആ ടൈറ്റാനിക് മൂവി കാണുന്നുണ്ട്. ദ ഗേൾ കോൾസ് ഔട്ട് ടു ഹർ ബോയ് ഫ്രണ്ട് വെൻ ഹി ഗെറ്റ്സ് ലോസ്റ്റ്, കം ബാക്ക്. നമ്മുടെ ദൈവം അതാണ് നമ്മൾ പറയുന്നത്. ജോയൽ 2:12 പറഞ്ഞു, യെറ്റ് ഈവൻ നൗ സെസ് ദ ലോർഡ്, റിട്ടേൺ ടു മീ വിത്ത് ഓൾ യുവർ ഹാർട്ട്, വിത്ത് ഫാസ്റ്റിംഗ്, വിത്ത് വീപ്പിംഗ് ആൻഡ് വിത്ത് മോർണിംഗ്. നമുക്ക് മലയാളത്തിൽ വായിക്കാം. കർത്താവ് അരുളി ചെയ്യുന്നു, ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടുകൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എന്റെ അടുക്കിലേക്ക് തിരിച്ചു വരുവിൻ. ആമേൻ. തിരിച്ചു വരും. അപ്പം ഈ വിളിയ കം ബാക്ക് ടു മീ. അപ്പം പ്രിയപ്പെട്ടവർ, നമ്മൾ പലപ്പോഴും മറക്കുന്നുണ്ട്, നമ്മൾ ഈ ലോകത്തിൻ്റെ അല്ല. വി ഡോണ്ട് ബിലോങ് ടു ദിസ് വേൾഡ്. താൽക്കാലികമായ ഒരു ജീവിത നമുക്കറിയാം. ഇറ്റ്സ് ഓൾ എ ടെമ്പററി തിങ്. യോഹന്നാന്റെ സുവിശേഷം അടുത്ത് നമുക്ക് നോക്കുമ്പം കർത്താവിൻ്റെ വചനം ഇപ്രകാരം പറയുന്നുണ്ട്. John chapter 17 verse 16, they do not belong to the world just as I do not belong to the world. കർത്താവ് ഈശോ പറയുന്ന, പിതാവിനോട് പറയുന്ന, ഒന്ന് വായിക്കാം. ഹല്ലേലൂയ. ഞാൻ ലോകത്തിൻ്റെത് അല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റെതല്ല. അതെ. സോ നമ്മൾ lot of us, many of us are thinking that നമ്മൾ ഇത് എന്നേക്ക് ഇവിടെ ഈ ലോകത്ത് ജീവിക്കുന്നുള്ള. പക്ഷേ we forget that we are in enemy territory. നമ്മൾ ഈ ലോകത്തിൻ്റെ അല്ല. ഇത് താൽക്കാലികമായ ജീവിതം. നമ്മുടെ എല്ലാം we have to go to heaven. That's the number one thing. ഈ നോയമ്പൊക്കെ അതിനുവേണ്ടി നമ്മൾ പാപത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തിയ ഈശോയുടെ ആയിക്ക് തിരിച്ചു വരാൻ, ടു ചെക്ക് അവർ ലൈഫ്സ്. അതാണ് കർത്താവ് ആവശ്യം. നമ്മൾ ഈ ലോകത്തിലല്ലെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വചനം എടുക്കാം. ഫിലിപ്പിയക്കാരുടെ ലേഖനം പൗലോസ്ലിയ 3:20 പറയുന്നുണ്ട്, ബട്ട് our citizenship is in heaven and it is from there that we are expecting a savior, the Lord Jesus Christ. മലയാളത്തിൽ വായിക്കാം. ഹല്ലേലൂയ. ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്നു, എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടെ നിന്ന് ഒരു രക്ഷകനെ, കർത്താവായ യേശുക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നു. അതെ, ഇത് നമ്മൾ പലപ്പോഴും നമ്മൾ മറന്നു. നമ്മളിപ്പം അമേരിക്കൻ സിറ്റിസൺ, അവിടുത്തെ സിറ്റിസൺ, ഇവിടുത്തെ നോ, അതൊക്കെ ലോകത്തിൻ്റെ. പക്ഷേ ദ മെയിൻ തിങ് ഇസ് വി ആർ ദ സിറ്റിസൺസ് ഓഫ് ഹെവൻ. പൗലോസ് പറയുന്നത്, വി ആർ സിറ്റിസൺഷിപ്പ് ഇസ് ഇൻ ഹെവൻ ആൻഡ് ഇറ്റ് ഇസ് ഫ്രം there that we are expecting a savior, the Lord Jesus Christ. നമ്മുടെ കാത്തിരിപ്പ് അതിനാ. ഈ നോയമ്പ് ഇതൊക്കെ നമ്മുടെ ആത്മാവ്, നമ്മുടെ ടു പ്യൂരിഫൈ അവർ സോൾസ്. നമുക്ക് സിറ്റിസൺഷിപ്പ് ഉണ്ട്, പക്ഷെ അവിടെ ഒരു ചെക്ക് പോയിന്റ് ഉണ്ട്, ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ നമുക്ക് യോഗ്യതയുണ്ടോ ഇല്ലയോ എന്ന് അന്നാ നമുക്കറിയാം. അതിൻ്റെ ഒരുക്കമായി ഇപ്പോഴേ പ്രിയപ്പെട്ടവരെ, ഈ നോയമ്പൊക്കെ അതിനാ. നമ്മുടെ ഹൃദയത്തിൽ അശുദ്ധമായിട്ട് ഒന്നും കാണാൻ പാടില്ല. ടു ബി ഹോളി, ദാറ്റ് ഇസ് ദ കോൾ. നമ്മൾ നല്ല ശതമാനം നമ്മുടെ ദൈവമക്കൾ ഇന്ന് വരുന്ന വചനം കേൾക്കാനും പള്ളിയിൽ പോകുന്നു, ഇതെല്ലാം ഒരു ചടങ്ങായിട്ട് മാറിയിരിക്കുക. നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ, ഇന്ന പ്രേലൈനി പോയാൽ എൻ്റെ കാര്യം സാധിക്കും, മകളുടെ കല്യാണം നടത്തും, എൻ്റെ കടം എല്ലാം തീരും, എൻ്റെ കള്ളുകൂടി നിൽക്കും, എൻ്റെ മകളുടെ ഡ്രഗ് അഡിക്ഷൻ മാറും. പ്രിയപ്പെട്ടവരെ, അതല്ല നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവ്. ദി പ്യൂരിഫിക്കേഷൻ ഓഫ് അവർ സോൾസ്. പത്രോസിലെ പറയുന്ന കണക്ക്, without spot and blemish, not even one spot should be. കർത്താവിൻ്റെ വരവിൻ്റെ സമയത്ത് നമ്മുടെ ആത്മാവ് should be pure and holy. നമുക്കറിയാം, നമ്മളെല്ലാം സ്വർഗത്തിൽ പോവും, ശരിയാ, പോകാൻ ആഗ്രഹമുണ്ട്. പോകുമ്പോൾ ഒരു വചനം നമുക്കിതൊന്ന് കേൾക്കാം. ഹെബ്രായരുടെ ലേഖനം 12:14 ഇംഗ്ലീഷിൽ പറയുന്നത്, സ്ട്രൈവ് ഫോർ പീസ് വിത്ത് ഓൾ മെൻ ആൻഡ് ഫോർ ദ ഹോളിനെസ് without which no one will see God. No one will see God. അത് മലയാളത്തിൽ വായിക്കാം. എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കുകയില്ല. ഒരിക്കലും മാർപ്പാപ്പ ആയിരിക്കോട്ടെ, ബിഷപ്പ് ആയിരിക്കോട്ടെ, നമ്മൾ ആരാണെന്ന് പറഞ്ഞാലും, without holiness no one can see God. No one will see God. Holiness, not 90% holiness, but 100% holiness. Pure, without blemish.
നമ്മൾ ഇതെല്ലാം മറന്നുപോവാ പ്രിയപ്പെട്ടവരെ. നമ്മുടെ ഈ നോയമ്പും നമ്മുടെ ഈ വരവും ഈ പ്രെയർ ലൈനും ഇതെല്ലാം ധ്യാനങ്ങളും ഇതെല്ലാം പ്രിയപ്പെട്ടവർ ഇത് മാത്രമേ ഉള്ളൂ കർത്താവിൻ്റെ നമുക്ക് ടു ബി പ്യുവർ, ടു ബി ഹോളി, വിശുദ്ധി. ഇന്ന് ആർക്കും വിശുദ്ധിയെ പറ്റി സംസാരിക്കാനില്ലല്ലോ പ്രിയപ്പെട്ടവർ. ഇന്നിപ്പം അമേരിക്കയില് ദൈവം സഹായിച്ച് കർത്താവിന്റെ കൃപയാൽ യൂത്തിന്റെ ഇടയ്ക്ക് നല്ലതായിട്ട് ഞങ്ങളുടെ മിനിസ്ട്രി മുമ്പോട്ട് പോകുന്നുണ്ട്. എല്ലാം ലോകത്തിൽ മുങ്ങിയ മക്കളാ, എല്ലാം ഡ്രഗ്സും ലോകത്തിന്റെ എല്ലാം you know what it is, compromised love. വചനം വരുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ നടക്കുന്നു. വചനം വരുമ്പം വിശുദ്ധിയിലോട്ട് വരുന്നു. വചനം വന്നപ്പോൾ മാറ്റങ്ങൾ വരുന്നു. വചനം വരുന്നു. പള്ളിയിൽ കുർബാനയ്ക്ക് ഡെയിലി പോകുന്ന പിള്ളേരായി. ഇപ്പം പ്രായം ചെന്നവരായിരുന്നു ഇത്രയും നാളും. ഇപ്പം കോവിഡിന്റെ സമയത്ത് വിഷമാണ്. ഓരോ ആഴ്ച ശനിയാഴ്ച കുംസാരിക്കാനും കത്തോലിക്കരായ എല്ലാം കൺഫെഷൻ, എല്ലാം ആഡറേഷൻ. ഇപ്പം ചെറുപ്പക്കാരെ വരുന്നു. കാരണം എന്നാന്ന് വെച്ചാൽ അവർക്ക് മനസ്സിലായി, കാരണം വിത്തൗട്ട് ഹോളിനെസ് നോ വൺ വിൽ സീ ദ ലോർഡ്. പ്രിയപ്പെട്ട നമ്മുടെ ഈ യാത്ര, വിശുദ്ധിയിലുള്ള യാത്ര, ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ഇതൊരു ഹൈവേ. ഞാനത് കാണിക്കും. ഇത് ഇങ്ങോട്ട് ഇത് ജസ്റ്റ് അഡാപ്റ്റ് ചെയ്തതേ ഉള്ളൂ. എൻ്റെ ധ്യാനങ്ങളിൽ ഇതിനേക്കാൾ ഒത്തിരി കൂടുതലാണ് പറഞ്ഞത്. ഇതൊരു ഹൈവേയാണ് കാണുന്നത്. നമ്മൾ ഓരോരുത്തരും ദൈവമക്കളായ നമുക്കൊരു ഹൈവേ ഉണ്ട് യാത്ര ചെയ്യാൻ. കർത്താവിനെ അരികെ പോകാൻ വേണ്ടി ഒരു യാത്ര ചെയ്യുന്ന ഇറ്റ്സ് കോൾഡ് ദ ഹൈവേ ഓഫ് ഹോളിനെസ്. ഹൈവേ ഓഫ് ഹോളിനെസ്, നാഷണൽ ഹൈവേ ഒന്നുമല്ല, ഹൈവേ ഓഫ് ഹോളിനെസ്. അത് നമുക്ക് വചനത്തിൽ കാണാം. ഏശയ്യാ പ്രവാചക പുസ്തകം 35:8 A highway shall be there and it shall be called the holy way. The unclean shall not travel on it, but it shall be for God's people. No traveler, not even fool, shall go astray. നമുക്ക് മലയാളത്തിൽ വായിക്കാം. ഹല്ലേലൂയ. അവിടെ ഒരു രാജ്യവീഥി ഉണ്ടായിരിക്കും, വിശുദ്ധ വീഥി എന്ന് അത് വിളിക്കപ്പെടും. അശുദ്ധർ അതിലൂടെ കടക്കുകയില്ല, ഭോഷ്കർക്ക് പോലും അവിടെ വഴിതെറ്റുകയില്ല. അവിടെ സിംഹം ഉണ്ടായിരിക്കുകയില്ല. അതെ, അപ്പൊ ഇവിടെ പറയുന്നത് 35:8 ഏശയ്യാ 35 പറയുന്നത് there will be a highway called the highway of holiness. നമ്മൾ ആ ഹൈവേ കൂടെ നമ്മൾ യാത്ര, ആത്മീയ യാത്ര നടത്തുന്നത് പ്രിയപ്പെട്ടവരെ. അവിടെ പറയുന്ന അശുദ്ധമായിട്ട് ആർക്കും ആ ഹൈവേ വരാൻ പാടില്ല, സാധിക്കത്തില്ല. ഇറ്റ് ഇസ് ഓൺലി ഫോർ ദ ഹോളി പീപ്പിൾ, ഫോർ ഗോഡ്സ് സ്പെഷ്യൽ ചോസൺ വൺസ്. ദിസ് ഇസ് ദ കോളിംഗ്. അതിനാണ് ഈശോ വന്നിരിക്കുന്നത്. ഹൈവേ ഓഫ് ഹോളിനെസ്. നമുക്ക് അതിനെപ്പറ്റി വിൽ സ്പെൻഡ് ജസ്റ്റ് ലിറ്റിൽ ബിറ്റ് ടുഡേ. റെസ്റ്റ് വി ക്യാൻ ഡു ഇറ്റ് ലേറ്റർ. അടുത്ത വചനം നമുക്ക് നോക്കാം. ബ്രദർ അതിൻ്റെ 9ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, No lion shall be there, nor shall any ravenous beast come upon it. They shall not be found there, but the redeemed shall walk there. Okay, ഇത് മനസ്സിലാക്കി തരാം. നിങ്ങൾ വായിക്കാം. ബ്രദർ ഒന്ന് വായിക്കാം. 9. ഒരു ഹിംസ്രജന്തുവും അവിടെ പ്രവേശിക്കുകയില്ല, അവയെ അവിടെ കാണുകയില്ല. രക്ഷിക്കപ്പെട്ടവർ മാത്രം അതിലൂടെ സഞ്ചരിക്കും. Okay, the main thing, നോ ലയൺ. ഇതിന് ഈ സിംഹത്തിന്റെ കാര്യം നമ്മുടെ ഇവിടുന്നുള്ള സൂവിൽ നിന്ന് ഓടിപ്പോയ സിംഹത്തിനെ പറ്റിയാണോ പ്രിയപ്പെട്ടവരെ? അല്ല, നമ്മുടെ ശത്രുവായ പിശാചിനെ പറ്റിയാണ് പറയുന്നത്. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇപ്പം നോ ലയൺ ഷാൽ ബി. ദ ഡെവിൽ ഇസ് റിഫേർഡ് ടു ആസ് എ ലയൺ ഇൻ 1 Peter chapter 5 verse 8. Be sober, be watchful. Your adversary, your enemy, the devil, prowls around like a roaring lion, seeking someone to devour. മലയാളത്തിൽ വായിക്കാം. ഹല്ലേലൂയ. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് നടത്തും. ഓക്കെ, ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. സോറി, എനിക്ക് മലയാളം വായിക്കാനില്ല, അതാണ്. ഓക്കെ, എനിവേ, ബട്ട് ദ മെയിൻ തിങ് ഇസ് നമ്മുടെ ശത്രു ശാത്താനെ സിംഹമായിട്ടാണ് വിളിക്കുന്നത്. ദ ഡെവിൾ ഇസ് റിഫേർഡ് ടു ആസ് എ ലയൺ. ഈ ഹൈവേയിൽ അവന് കയറാൻ സാധിക്കത്തില്ല. He is not there, but he will be waiting in one place. നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ശാത്താൻ അവിടെ നിൽക്കുന്നുണ്ട് ഒരു സ്ഥലത്ത്. പ്രിയപ്പെട്ട, നമുക്കറിയാം അമേരിക്കയിലും ഇപ്പം ഇന്ത്യയിലൊക്കെ നമ്മുടെ ഹൈവേയിലൊക്കെ there are sign boards. അടുത്ത സിറ്റി 5 മൈൽ കഴിഞ്ഞ് സിറ്റി വരുന്നു, എക്സിറ്റ് എടുത്തു, അതാ ഇതാന്നൊക്കെ പറഞ്ഞ്. In America we have those, the what you call, the devil cannot enter the highway of holiness. Okay, സൈൻ ബോർഡ്സ് ഉണ്ട്, വലിയ സൈൻ ബോർഡ്സ്. ഇങ്ങനെ ഈ അമേരിക്കയിൽ ഇങ്ങനെയാ, നേരെ പോയാൽ ഇങ്ങനെ, ഇടത്തോട്ട് പോയാൽ ഇങ്ങനെ, എക്സിറ്റ് പോയിന്റ്സ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്കും ഇതൊരു സൈൻ ബോർഡ് ഉണ്ട്. നേരെ പോയാൽ ഈ ഹൈവേ ഓഫ് ഹോളിനെസ്
നേരെ പോയാൽ നമ്മൾ സ്വർഗത്തിലോട്ട് പോകും. അതേസമയം നമ്മൾ എക്സിറ്റ് എടുത്താൽ നമ്മൾ നരകത്തിലോട്ടാണ് പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഇറ്റ്സ് വെരി സിമ്പിൾ. ഇത് നമ്മൾ മുമ്പേ വായിച്ച, പക്ഷെ എന്നാലും നമുക്ക് ആ മോളത്തെ ഒരു ഇതുണ്ടോ, ഇറ്റ് സേസ് Satan is waiting at the exit of the highway of holiness. അവന് വചനം കേട്ടു, he cannot, no lion shall be there on the highway, but he is waiting at the exit point. അവിടെ നമ്മളെ എങ്ങനെയെങ്കിലും ടെംപ്റ്റ് ചെയ്ത് നമ്മളെ പാപത്തിലോട്ട് വീഴ്ച് നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വചന പറയുന്നത് അവൻ നിപ്പുണ്ട് നമ്മളെ നശിപ്പിക്കാൻ. ദൈവമക്കളെ ഈ ഹൈവേന്ന്, വിശുദ്ധിയിലുള്ള ഹൈവേന്ന് മാറ്റാൻ വേണ്ടിയിട്ട് അവൻ നിപ്പുണ്ട്. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. നമുക്കറിയാം ഈ വിശുദ്ധി 1 പത്രോസ് 1:15-16 ഇംഗ്ലീഷിൽ പറയുന്നത്, ബട്ട് ആസ് ഹി ഹു കോൾഡ് യു ഇസ് ഹോളി, be holy yourselves in all your conduct, since it is written, you shall be holy, for I am holy. Yes, brother. മറിച്ച് നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധൻ ആയിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും പരിശുദ്ധൻ ആയിരിക്കുവിൻ. അതെ, അപ്പൊ ഇവിടെ ഒരു കോംപ്രമൈസ് ഇല്ല. കർത്താവ് ഇത് വചനം ഇങ്ങനെ പറയുന്നില്ല, ട്രൈ ടു ബി ഹോളി, നിങ്ങൾ ശ്രമിക്കണം വിശുദ്ധിയിൽ ജീവിക്കാൻ. നോ, ഇവിടെ പറയുന്നത് ഹി ഹു കോൾഡ് യു, നമ്മളെ വിളിച്ചവൻ, he says be holy in all your conduct, and then it says, since it is written, you shall be holy, for I am holy. നോ കോംപ്രമൈസ്. പക്ഷേ നമ്മുടെ ജീവിതം നോക്കിക്കേ, ഇന്നത്തെ ലോകത്തിലെ ദൈവമക്കളുടെ നമ്മുടെ ജീവിതം, വിശുദ്ധി എന്നുള്ള സംഗതി ജസ്റ്റ് ഇൻ ദ ബൈബിൾ. പ്രിയപ്പെട്ടവരെ, ഇതാണ് നോയമ്പിന് സമയത്ത് ഇതിനാണ് നമ്മുടെ വിളി. നമ്മുടെ ഉള്ളിൽ ഏതെങ്കിലും രീതിയിൽ അശുദ്ധമായിട്ട് ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റുന്ന സമയങ്ങളാണ് ഇതൊക്കെ. ബിക്കോസ് കർത്താവ് ഇതിന് ഒരു കോംപ്രമൈസും ഇല്ല. ബി ഹോളി, ഹി സേസ് ബി ഹോളി ഇൻ ഓൾ യുവർ കോണ്ടക്ട്. ഓൾ യുവർ കോണ്ടക്ട്, നമ്മുടെ സംസാരം, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ചിന്ത, വേർഡ്സ്, തോട്ട്സ്, in everything, in our behavior, everything. ഇന്ന് നമുക്ക് ഇതിനെപ്പറ്റി പ്രിയപ്പെട്ടവരെ നമുക്കൊന്ന് അല്പസമയം വചനം വെച്ച്, ഈ വചനം നമ്മൾ കേട്ടോണ്ടിരിക്കുമ്പം അശുദ്ധമായിട്ട് എന്നതേലും ഉണ്ടെങ്കിൽ, ഇഫ് യു ബിലീവ്, യോഹന്നാൻ 8:31-32 പറഞ്ഞ കണക്ക് വചനം നമ്മളെ മോചിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ കഴിഞ്ഞ ആഴ്ചകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ടെമ്പർ, എൻ്റെ അരിശ്യം, എൻ്റെ ദേഷ്യം, എൻ്റെ അശുദ്ധമായിട്ടുള്ള ചിന്തകൾ, ഇതെല്ലാം മദർ തെരേസയുടെ കൂടെ ജോലി ചെയ്തു, യാത്ര ചെയ്യുന്നു, ഇതെല്ലാം ചെയ്തിട്ടും വീട്ടിൽ വരുമ്പോൾ ഐ എം എ ഡിഫറെന്റ് പേഴ്സൺ. പ്രിയപ്പെട്ടവരെ, ദാറ്റ് ഇസ് നോട്ട് ആ കോളിംഗ്. നമുക്കിന്ന് ഇതിൻ്റെ ഒരു മേഖല മാത്രം ഇന്ന് എടുക്കാം. ഹോളിനെസ് ഇൻ ദ വേ വി സ്പീക്ക്. ഏറ്റവും വലിയ ലീക്കേജ് നമ്മുടെ നാവിന. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ഉള്ളിൽ ഉണ്ട്, വി നോ ദാറ്റ്. പക്ഷെ അത് നിർവീര്യമാക്കുക, വി ആർ ഗ്രീവിങ് ദ ഹോളി സ്പിരിറ്റ്, അതുകൊണ്ട് ലീക്കായി പോവുക. നമുക്കറിയാം, ഈ ഗ്യാസ് ടാങ്ക്, പെട്രോൾ ടാങ്ക്, ഒരു ചെറിയ ഒരു തുള വന്നാൽ പതുക്കെ പെട്രോൾ പോയാൽ നമ്മുടെ യാത്ര കംപ്ലീറ്റ് ചെയ്യാൻ ഒക്കത്തില്ല. നമ്മൾ ഈ ഹൈവേ കൂടെ യാത്ര ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ കർത്താവ് തന്നിരിക്കുന്ന ഇതിനു വേണ്ടിയിട്ടാണ്. നമ്മുടെ യാത്ര, ഈ ആത്മീയ യാത്ര കംപ്ലീറ്റ് ചെയ്ത് നമ്മളെല്ലാവരും സ്വർഗത്തിൽ പ്രാപിക്കണം. വി ഹാവ് ടു റീച്ച് ഹെവൻ. പക്ഷെ പോകുന്ന വഴിക്ക് നമ്മുടെ ഗ്യാസ്, പരിശുദ്ധാത്മാവിൻ്റെ ആ കൃപ അല്ലെങ്കിൽ അഭിഷേകം നിർവീര്യമായിട്ട് അത് ലീക്കായിട്ട് പോയാൽ we won't reach. പകുതി മുക്കാൽ ഭാഗമാകുമ്പോൾ നമ്മുടെ വണ്ടി, we are stuck. We will not reach heaven. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമുക്ക് അതിൻ്റെ ഏറ്റവും വലിയൊരു one of the main reasons for the leakage is our mouth. നമ്മുടെ ഈ നാവ് ഇതിനാണ് ഏറ്റവും വലിയ ലീക്കേജ്. നമ്മൾ അറിയുന്നില്ല. നമ്മളെല്ലാവരും വ്യഭിചാരം, കൊലപാതകം, അതെല്ലാം പറയുന്നുണ്ട്, അഡൾട്ടറി, മർഡർ. പക്ഷേ പ്രിയപ്പെട്ടവർ, നമ്മൾ സൗര്യമായിട്ട് ശാത്താൻ നമ്മളെ ബ്ലൈൻഡ് ചെയ്ത് നമ്മുടെ ഈ ചെറിയൊരു സംഗതിയിൽ അവിടെയാണ് ലീക്കേജ് വരുന്നത്. ഇന്ന് നമ്മൾ നാവിനെ പറ്റി നമ്മൾ സംസാരിക്കാൻ സമയമില്ലാത്തതാണ്. നമുക്ക് അത്യാവശ്യമുള്ള വചനം എടുക്കാം. ആദ്യമായിട്ട് മത്തായിയുടെ സുവിശേഷം 12:36-37. But I tell you, on the day of judgment, people will render an account for every careless word they speak. By your words you will be judged, and by your words you will be condemned. നമുക്കത് വായിക്കാം. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യൻ പറയുന്ന ഓരോ വൃത്തവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും, നിന്റെ വാക്കുകളാൽ നീ
പറ്റും. അതെ, ബൈ യുവർ വേർഡ്സ്. നമ്മുടെ ഓരോ സംസാരം നമുക്ക് ഉത്തരം കൊടുക്കേണ്ടി വരും, കണക്ക് കൊടുക്കേണ്ടി വരും. ദർ ഇസ് നോ വേ, ടു വേസ് അബൌട്ട് ഇറ്റ്. പ്രിയപ്പെട്ട, എൻ്റെ നാവായിരുന്നു എൻ്റെ ഏറ്റവും വലിയ വീക്ക് പോയിന്റ് എൻ്റെ ജീവിതത്തിൽ. എൻ്റെ ടെമ്പറും എൻ്റെ അരിശവും, നാവിന് വരുന്ന തെറി, അതോ 4 ഭാഷയിൽ നല്ല തെറി അറിയായിരുന്നു: ഇംഗ്ലീഷ്, ഹിന്ദി, ബംഗാളി, മലയാളം. യുനോ, ദാറ്റ് ഇസ് മൈ ലൈഫ്. എല്ലാ ശനിയാഴ്ചയും കുംസാരിക്കാൻ പോവും. ഞങ്ങളുടെ സ്ട്രിക്റ്റ് ആയിരുന്നു എൻ്റെ അച്ചാച്ചനും അമ്മയും. ഞങ്ങൾ 8 മക്കൾ, ഞാനാ മൂത്തത്. എല്ലാ പിള്ളേരെയും ഡ്രൈവറിനെ വിട്ട് കൽക്കട്ടയിൽ ഞങ്ങൾ സെൻറ്റ് സേവിയർസ് കോളേജ്, അവിടെയാണ് ഞങ്ങളുടെ കുർബാനയെല്ലാം കണ്ടുകൊണ്ടിരുന്നത്, ഞാൻ പഠിച്ച സ്ഥലം. അവിടെ ശനിയാഴ്ച 4 മണി മുതൽ 6 മണി അച്ഛന്മാർ, 3 അച്ഛന്മാർ അവിടെ ഇരിക്കും കുംസാരിക്കാൻ. അപ്പോൾ അച്ചാച്ചമ്മയും കമ്പൽസറി എല്ലാവരും കുംസാരിച്ച് വരാൻ പറയും. അപ്പം ഞങ്ങൾക്ക് നിവൃത്തിയില്ല, പേടിച്ച് ഞങ്ങൾ പോവും. എൻ്റെ അവിടെ പോകും, പള്ളി പോകുമ്പം ഞങ്ങൾ കാണുന്നുണ്ട് പ്രിയപ്പെട്ടവർ, 3 അച്ഛന്മാർ ഇരിപ്പുണ്ട്. 3 അച്ഛന്മാർ കുംസാരിക്കാൻ അവിടെ ഇരിപ്പുണ്ട്. പക്ഷെ ഒരു അച്ഛൻ്റെ മുമ്പിലാണ് ഏറ്റവും വലിയ ലൈൻ. ഞങ്ങളുടെ കോളേജ് പ്രിൻസിപ്പൾ ബെൽജിയൻ ജെസ്യൂട്ട് അച്ഛനായിരുന്നു, നല്ല വിശുദ്ധനായിരുന്നു. ഞാനും അവിടെയാണ് പോയിക്കോട്ടെ, കാരണം എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു അങ്ങേരെ. എൻ്റെ അവിടെ ലൈനിൽ നിൽക്കും. മറ്റേ 2 അച്ഛന്മാരായിരിക്കും ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ വരും. പക്ഷേ ഈ കുംസാരത്തിനെ പറ്റി പറയുന്ന ഒരു ഇത് ഞാൻ പറയായിരുന്നു, അതും ഒരു റിച്വലായിട്ട് മാറി പോകുന്നുണ്ട്. ആ അച്ഛൻ്റെ അവിടെ എല്ലാവർക്കും താല്പര്യം വരാൻ കാരണം ഇതാണ്. അച്ഛൻ ഫാദർ ജോറിസ്, അച്ഛൻ അന്ന് 74 വയസ്സ് അന്നുണ്ടായിരുന്നു. അച്ഛന് ചെവി കേൾക്കാൻ മേലായിരുന്നു, ചെവി കേൾവി കുറവായിരുന്നു. മനസ്സിലായാലോ അല്ലേ ഞാൻ പറഞ്ഞ്? ഞങ്ങൾ ധൈര്യമായിട്ട് പാപം എല്ലാം ധൈര്യമായിട്ട് പറയും. അത് പിന്നെ ആ ഫ്രെയിമിൽ കൊട്ടണം ഇങ്ങനെ. അപ്പം യെസ്, ഞമ്മ പാപത്തിൻ്റെ ലിസ്റ്റ് വായിച്ച് തീർന്നു വെച്ചാൽ, ഓക്കെ മൈ സൺ, 3 ഹെയിൽ മേരീസ്, 3 ഗ്ലോറീസ്, ഗോഡ് ബ്ലെസ് യു. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥമായി വിശുദ്ധിയിൽ ജീവിക്കാൻ ആഗ്രഹമുള്ളവനായിരുന്നെങ്കിൽ മറ്റേ അച്ഛന്മാരേക്ക് ഇപ്പോൾ ഏത് അച്ഛനുണ്ടോ അവിടെ ഞാൻ പോവും. അച്ഛൻ കേൾക്കാനുള്ള കേൾക്കുന്ന അച്ഛൻ്റെക്ക് പോകും. കാരണം ഇത് സൗകര്യമായിട്ട് ഒരു ചടങ്ങായിട്ട് മാറി. എനിക്കൊരു അനുഭവം ഇല്ല. വചനം വന്നപ്പോഴാണ് വ്യത്യാസം മനസ്സിലാകുന്നത്. കുംസാരത്തിൻ്റെ ഭംഗി, യുനോ, ദ ബ്യൂട്ടി ഓഫ് കൺഫെഷൻ, ദ ബ്യൂട്ടി ഓഫ് കമ്മ്യൂണിയൻ, ഇതെല്ലാം പിന്നെയാണ് മനസ്സിലാകുന്നത്. എൻ്റെ ഈ നാവിനെ പറ്റി പറയുമ്പോൾ 2 വചനം കൊണ്ട് നമുക്ക് എടുക്കാനുണ്ട്. പക്ഷേ മദർ തെരേസ എന്നെ പഠിപ്പിച്ച ഒരു സംഗതി, എസ്പെഷ്യലി കത്തോലിക്കരായ നമ്മൾ, യുനോ, ഈ ഗ്രൂപ്പിൽ എല്ലാ ടൈപ്പ് ആൾക്കാരുണ്ട്. പക്ഷേ എസ്പെഷ്യലി ഫോർ കാത്തലിക്സ് ആൻഡ് ഈവൻ യുനോ ദി ഓർത്തഡോക്സ് ഹു റിസീവ് കമ്മ്യൂണിയൻ, മദർ തെരേസ എന്നെ 14-ാം വയസ്സിൽ ഞാൻ ഓർക്കുന്നുണ്ട്. എപ്പോഴും ഞങ്ങൾ അവിടെ കുർബാനയ്ക്ക് പോകുമ്പോൾ എന്നെ എപ്പോഴും വിളിച്ചുകൊണ്ട് പറയും, ഓരോ ഉപദേശം പറയും. എൻ്റെ ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞു, ഇതാ മാത്യു മൈ സൺ, when you receive Jesus, receive him with holiness. നാക്ക് നീട്ടി, don't be in a hurry to swallow. നാവിൽ വെച്ചിട്ട് തിരിച്ച് കണ്ണടച്ച് നിന്റെ സ്ഥാനത്ത് വന്നിരുന്ന് മുട്ടുകുത്തി പ്രാർത്ഥി. ഈശോയുടെ വേറെ ഒന്നും നീ ചെല്ലണ്ട. യു ജസ്റ്റ് സേ, ജീസസ് ഐ ലവ് യു, ഹെൽപ്പ് മീ ടു ബി ലൈക്ക് യു. യു ആർ റെസ്റ്റിംഗ് ഓൺ മൈ ടങ്. എൻ്റെ ഈശോയെ, നീ എൻ്റെ നാവിലായിപ്പോൾ ഇരിക്കുന്നത്. എൻ്റെ ഈ നാവ്, ഹെൽപ്പ് മീ ലോർഡ് to be pure and holy in the way I speak. പ്രിയപ്പെട്ടവരെ, അന്ന് എനിക്ക് മനസ്സിലായില്ല. കുറേ നാൾ കഴിഞ്ഞപ്പം എല്ലാമൊക്കെ ചെയ്തിട്ടും ഈ വായിന്നുള്ള നാവിൻ്റെ ഇത് മാറുന്നില്ല. അപ്പോഴാണ് ആത്മാവ് ഓർമ്മിപ്പിച്ചത്. നമ്മൾ കർത്താവിന് മുമ്പിൽ വരുമ്പം, എൻ്റെ ഈശോയെ, ഈ നാവ് ഇതുകൊണ്ടാണ് എൻ്റെ ലീക്കേജ് വരുന്നത്. എന്തുവാ, എത്രയോ പേരെ വേദന കൊടുത്തിട്ടുണ്ട്, എത്രയോ പേരെ ഞാൻ വിഷമിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ഈശോയെ, മേക്ക് മൈ ടങ് ലൈക്ക് യോഴ്സ്. ബിക്കോസ് ഈ വചനം ഒരു ധ്യാനത്തിൽ പോയപ്പം കേട്ടപ്പോൾ അറിഞ്ഞ് ദാറ്റ് വൺ ഡേ, ഒരു ദിവസം നമ്മൾ ഉത്തരം കൊടുക്കേണ്ടി വരും. നമ്മുടെ നാവിൽ നിന്ന് വരുന്ന ഓരോ കെയർലെസ് വേർഡ്, തെറിയെപ്പറ്റി ഇവിടെ പറയുന്നില്ല, കെയർലെസ് വേർഡ്. ബൈ യുവർ വേർഡ്സ് യു വിൽ ബി ജഡ്ജ്ഡ് ആൻഡ് ബൈ യുവർ വേർഡ്സ് യു വിൽ ബി കണ്ടംഡ്. ഹോളിനെസ് ഇൻ ദ വേ വി സ്പീക്ക്. പ്രിയപ്പെട്ട, അടുത്തൊരു വചനം എഫേസ്യസ്കാരുടെ ലേഖനം 4-ാമത്തെ അധ്യായം 30-31. ഓൾ ബിറ്റർനെസ്, ഫ്യൂറി, anger, shouting must be removed from you along with all malice. അത് നമുക്ക് മലയാളത്തിൽ വായിക്കാം. രക്ഷയുടെ ദിനത്തിന് വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. സകല വിദ്വേഷവും, ശോഭവും, ക്രോധവും, അട്ടഹാസവും, ദൂഷണവും എല്ലാം തിന്മകളോടെ നിങ്ങൾ ഉപേക്ഷിക്കുവിൻ. ഈ നോയമ്പ് കാലത്ത് പ്രിയപ്പെട്ടവരെ, കർത്താവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഇത് ഞങ്ങളുടെ റിട്രീറ്റിൽ ഇതെല്ലാം പറഞ്ഞു കൊടുക്കും. പിള്ളേരെ, ചെറുപ്പക്കാർ, ടീനേജേഴ്സ്, യൂത്തും
ഇതിൻ്റെയൊക്കെ ആ വചനം വരുമ്പം അവർക്ക് മാറ്റം വരുമ്പം പ്രിയപ്പെട്ടവരെ അവരുടെ പേരൻസ് ഞങ്ങളെ വിളിച്ച് പറയാം, അങ്കിളെ ഈ വചനം വന്നപ്പം അവിടെ മാറ്റം, അവിടെ പള്ളിപ്പോക്ക്, അവിടെ എല്ലാം 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 അതിനൊരു ഭക്തിയും എല്ലാം വന്നു. കാരണം എന്നാ, വചനം കൊണ്ട് മനസ്സിലായി അവർക്ക്. കാരണം അവിടെ നാവും കൊണ്ടുള്ള ഇത് സിമ്പിൾ സംഗതി. അങ്ങനെ കുറേ ഉണ്ട് വിശുദ്ധിയെ പറ്റി പറയാൻ. പക്ഷെ വൺ ഓഫ് ദ മെയിൻ തിങ്സ്, എത്രയോ പിള്ളേർ പറയും വി അബ്യൂസ് അവർ പേരൻസ്, വി കംപ്ലെയിൻ ആൻഡ് ഗ്രംബിൾ, എല്ലാം നാവീന്ന്. പൗലോസേ പറയുന്നത് ഓൾ ബിറ്റർനെസ്, ഫ്യൂറി, ബാഡ് ടെമ്പർ, പെട്ടെന്ന് അരിശം വരിക, ഷൗട്ടിങ്. നമ്മുടെ ഭവനത്തിലൊക്കെ നമ്മൾ ഈ വചനം കേട്ടിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഇപ്പോഴും പ്രേയർ ഗ്രൂപ്പിലുള്ള ആൾക്കാർ ഇപ്പോഴും ഞാൻ കാണുന്നുണ്ട്, ഒരു മാറ്റവും വരുന്നില്ല. എത്രയോ വർഷം ധ്യാനം കൂടുന്നു, വചനം പഠിക്കുന്നു, ഇതെല്ലായിട്ടും അവിടെ ഭവനത്തിൽ പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒരു മാറ്റവും ഇല്ല. കാരണം അവിടെ ടെമ്പർ, അവിടെ അരിശം, സംസാര രീതിയിൽ എല്ലാം പോകുന്നു. അതാണ് ഒരിക്കലും നമുക്ക് ഐശ്വര്യം വരുത്തില്ല പ്രിയപ്പെട്ടവരെ. പൗലോസേ പറയുന്നു ഇതെല്ലാം നിങ്ങൾ കളയാനാണ്, റിമൂവ് ഇറ്റ്. ദിസ് മസ്റ്റ് ബി ഈവിൽ സ്പീക്കിംഗ് മസ്റ്റ് ബി റിമൂവ് ഫ്രം യു അലോങ് വിത്ത് ഓൾ മാലിസ്. ഒരു വചനം കൊണ്ട് നമുക്ക് എടുക്കാം സംസാരത്തിനെ പറ്റി. 1 പത്രോസ് 3:9, ഡു നോട്ട് റിട്ടേൺ ഈവിൽ ഫോർ ഈവിൽ ഓർ ഇൻസൾട്ട് ഫോർ ഇൻസൾട്ട്, ബട്ട് ഓൺ ദ കോൺട്രറി എ ബ്ലെസ്സിങ്, ബിക്കോസ് ടു ദിസ് യു ആർ കോൾഡ് ദാറ്റ് യു മൈറ്റ് ഇൻഹെറിറ്റ് എ ബ്ലെസ്സിങ്. നമുക്ക് മലയാളത്തിൽ വായിക്കാം. യേശുവേ, തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുകയും അനുഗ്രഹം. അതെ പ്രിയപ്പെട്ട, നമുക്കറിയാം ഈശോയിലെ ഏറ്റവും വലിയ എക്സാമ്പിൾ നമ്മുടെ വചനത്തിൽ കാണുന്നുണ്ട്. ഈശോയെ റോമൻ സോൾജേഴ്സ് അവരെ ഈശോയുടെ മുമ്പിൽ തുപ്പുകയും എല്ലാം, they pulled his beard, his hair, beat him up. പക്ഷെ അവിടെ വചനം പറയുന്നുണ്ട് ജീസസ് റിമെയിൻഡ് സൈലന്റ്. പീലാത്തോസും എല്ലാവരും അന്നത്തെ നേതാക്കന്മാരെല്ലാം കർത്താവിന്റെ എതിരായിട്ട് പറഞ്ഞപ്പം വചനം പറയുന്നുണ്ട് ജീസസ് റിമെയിൻഡ് സൈലന്റ്. പ്രിയപ്പെട്ട, നമ്മൾ ദൈവമക്കളാ, നമ്മൾ ഇതെല്ലാം മറന്ന് ഇവിടെ പത്രോസിനെ പറയുന്നു ഡു നോട്ട് റിട്ടേൺ ഈവിൽ ഫോർ ഈവിൽ. നീ അങ്ങനെ പറയും, ഞാൻ അങ്ങനെ പറയും. ഇൻസൾട്ട് ഫോർ ഇൻസൾട്ട്, ബട്ട് ഓൺ ദ കോൺട്രറി എ ബ്ലെസ്സിങ്, ബിക്കോസ് ടു ദിസ് യു ആർ കോൾഡ് ദാറ്റ് യു മൈറ്റ് ഇൻഹെറിറ്റ് എ ബ്ലെസ്സിങ്. ഇതിനെപ്പറ്റി ഒരു ചെറിയൊരു ഉദാഹരണം പെട്ടെന്ന് ഓർമ്മ വരുന്നു. മദർ തെരേസയുടെ തന്നെ ഒരു ഉദാഹരണം. ഇത് മദറിനോട് തന്നെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഇതേപ്പറ്റി. എല്ലാവരും പറഞ്ഞപ്പം ഐ പേഴ്സണലി ആസ്ക്ഡ്. ആദ്യകാലത്ത് മദറിന് കാശ് കുറവായിരുന്നു. പിന്നെ എല്ലായിടത്തും പോയി ഇങ്ങനെ അരി, പച്ചക്കറി, ഇതെല്ലാം ഓരോ മാർക്കറ്റിൽ നിന്ന് ഓരോരുത്തരും പോയി കൊണ്ടുവന്ന് ഷീ യൂസ് ടു മേക്ക് ദ ഫുഡ് ഫോർ ദ പുവർ പീപ്പിൾ ഇൻ നിർമ്മൽ ഹോം ഫോർ ദ ഡൈങ്. പിന്നെ അപ്പം ഒരു സമയത്ത് മദറിൻ്റെ കൂടെയുള്ള സിസ്റ്റർ ആഗ്നസും കൽക്കട്ടയിൽ പാർക്ക് സർക്കസ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ പോയി ഒരു വലിയൊരു ഹിന്ദു ഒരു അരിക്കച്ചവടക്കാരൻ്റെ മുമ്പിൽ വന്ന് ചോദിച്ചു, സർ പ്ലീസ് ഗിവ് മി സം റൈസ് ഐ വാണ്ട് ഫോർ മൈ പുവർ. അപ്പം ഞാൻ ജാവ് മാഫ് കീജ് പോകാൻ പറഞ്ഞു. അപ്പം മദർ പ്ലീസ് സർ, എനിക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ പാവങ്ങൾ ഈ അരിച്ച് തരണം. 2 പ്രാവശ്യം 3 പ്രാവശ്യം പിന്നെയും മദർ അവിടെ മാറുന്നില്ല. ഇയാൾക്ക് അരിശം വന്നിട്ട് എന്നെന്നറിയോ കാറി തുപ്പി മദറിന്റെ മുഖത്ത്. ഞാൻ പറഞ്ഞില്ല ഗെറ്റ് ഔട്ട് ഫ്രം യു, ഐ ടോൾഡ് യു ഗെറ്റ് ഔട്ട്. ആൻഡ് ദ സ്റ്റോറി ഗോസ് ആൻഡ് വിച്ച് ഇസ് ട്രൂ, ഐ കൺഫേംഡ്. മദർ അവിടെ ചിരിച്ചോണ്ടിരുന്നു. മദറിന്റെ സാരിയുടെ തുമ്പും കൊണ്ട് തുടച്ചു. ആ തുപ്പൽ തുടച്ചിട്ട് പറഞ്ഞു, സർ ആ തുപ്പൽ എനിക്ക് വേണ്ടിയുള്ള സമ്മാനമാണ്, താങ്ക് യു, പക്ഷേ ഐ സ്റ്റിൽ വാണ്ട് ദ റൈസ് ഫോർ മൈ പുവർ പീപ്പിൾ. ഭയങ്കര ആ മനുഷ്യൻ അത് കേട്ട് ആ മനുഷ്യൻ്റെ ഹൃദയം അങ്ങ് was touched and immediately he felt remorse and ഉടനെ അരി കൊടുത്തിട്ട്. നോട്ട് ഓൺലി ദാറ്റ്, ഈ വ്യക്തി ഞാൻ കണ്ടു കുറേ നാൾ മുമ്പ്. ഞങ്ങളുടെ കൽക്കട്ടയിലെ ഈ മദർസയെ സഹായിക്കാൻ ഞങ്ങൾക്ക് ഒരു വോളണ്ടിയർ ഗ്രൂപ്പുണ്ട്, അതിൻ്റെ പ്രസിഡന്റായിരുന്നു ഞാൻ. ഈ വ്യക്തി ഒരു ഹൈന്ദവ ഒരു ബ്രാഹ്മണനായിരുന്നു. മദറിൻ്റെ ഈ സ്നേഹം ഇത് കണ്ടപ്പം പുള്ളിക്കാനെ സ്പർശിച്ചു. ഹി വാസ് എ ഹിന്ദു ബട്ട് ഹി യൂസ് ടു കം ആൻഡ് ഹി സെഡ് ദിസ് ആക്ട് ഓഫ് കൈൻഡ്നെസ്. മദറെ തിരിച്ച് ഒന്നും ഷീ ഡിഡ് നോട്ട് റിയാക്ട്, റിറ്റാലിയേറ്റ് ഒന്നും ചെയ്തില്ല. തിരിച്ചോട് പറഞ്ഞു, തുപ്പൽ മാറ്റിക്കോ പറഞ്ഞു, സർ താങ്ക് യു, അതെനിക്കുള്ള സമ്മാനമാണ്, പക്ഷേ മൈ പീപ്പിൾ ഐ വാണ്ട് ദ റൈസ് ഫോർ ദ പുവർ പീപ്പിൾ. പ്രിയപ്പെട്ടവർ, ഇത് നമ്മൾ പഠിക്കണം. ഈശോയുടെ ഉദാഹരണം ഒരിക്കലും ഡു നോട്ട് റിട്ടേൺ ഈവിൽ ഫോർ ഈവിൽ, ഇൻസൾട്ട് ഫോർ ഇൻസൾട്ട്, ബട്ട് ഓൺ ദ കോൺട്രറി ബ്ലെസ്സിങ്. നമ്മളെ ദ്രോഹിക്കുന്ന ആൾക്കാരെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? നമ്മുടെ നാവ് കൊണ്ട് ആ പാപത്തിലോട്ട് വീഴാൻ പാടില്ല. ഇതൊക്കെയാണ് നമ്മുടെ നോയമ്പ് കാലത്ത് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഇതൊക്കെയാണ് നമ്മൾ പോയി സംസാരിക്കേണ്ടത്. ഇതിനൊക്കെ മാറ്റം വരാൻ വേണ്ടിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ. ഇത് വന്നാലേ ഉള്ളൂ നമ്മുടെ ബ്ലെസ്സിങ്സ് വരും, വന്നിരിക്കും.
ഹോളിനെസ് വരുമ്പോൾ നമുക്ക് ബ്ലെസ്സിങ്സ് വന്നിരിക്കും. ഐ എം ടെല്ലിങ് യു ഫ്രോം മൈ എക്സ്പീരിയൻസ്. വിശുദ്ധിയിൽ വന്നാൽ നമ്മുടെ ദൈവം നമ്മുടെ കാര്യങ്ങളെല്ലാം കർത്താവ് സാധിച്ചു തരും. അവസാനമായ ഒരു വചനം കൂടെ, നാവിനെ പറ്റിയുള്ള വചനം, റോമാക്കാരുടെ ലേഖനം 12:14. ബ്ലെസ് ദോസ് ഹു പെർസിക്യൂട്ട് യു, ബ്ലെസ് ആൻഡ് ഡു നോട്ട് കേഴ്സ് ദം. ഹല്ലേലൂയ. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അനുഗ്രഹിക്കല്ലാതെ ശപിക്കരുത്. ഹല്ലേലൂയ. ഒന്നുകൂടെ വായിക്കാം ബ്രദറെ. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അനുഗ്രഹിക്കല്ലാതെ ശപിക്കരുത്. ഒരിക്കലും പ്രിയപ്പെട്ട, ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞു വെച്ചാൽ ഞാൻ ഇതിൽ കൂടെ കടന്നുപോയാണ്. പക്ഷേ നമ്മൾ ഈ വചനം കേൾക്കാൻ വരുന്നത് ഇന്ന് നമ്മൾക്ക് മാറ്റം വരും. ഈ നോയമ്പ് കാലത്ത് നമ്മുടെ ഈ ചെറിയ ചെറിയ ലീക്കേജ്, നമ്മുടെ നാവ്, വിശുദ്ധി നമ്മുടെ നാവിൽ നിന്നാണ് ലീക്ക് ഔട്ട് ആകുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതിൽ ഇപ്പോഴേലും നമുക്കത് മാറ്റം വരണം. നമ്മളെ വിളിച്ച ദൈവം പറയുന്നുണ്ട്, ബി ഹോളി ഫോർ ഐ ആം ഹോളി. ഒരിക്കലും നമുക്ക് സാധിക്കാത്ത സംഗതി കർത്താവ് പറയത്തില്ല. അതിനാണ് നമുക്ക് ഓരോരുത്തർക്കും പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നത്. ഏറ്റവും വലിയ ദാനം, ദ പവർ, ദ ഡൈനമൈറ്റ് പവർ. നമ്മളത് വെച്ചുകൊണ്ട് നമുക്ക് ഈ നോയമ്പ് കാലത്ത് നമുക്ക് ഇതിനെപ്പറ്റി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ആ കൃപ കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനത്തെ ഒരു ഗാനം നമുക്ക് ഒന്നുകൂടെ ധ്യാനമായിട്ട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് പാടാം. ഹല്ലേലൂയ. മുമ്പേ പാടിയ ഗാനം, യേശുവേ യേശുവേ സ്തോത്രം, പിതാവേ നന്ദി. കർത്താവിന്റെ സിംഹാസനം മുമ്പിൽ നമ്മൾ നിന്നുകൊണ്ട് ഇന്ന് കേട്ട വചനം, നമ്മളെല്ലാം ഒരു യാത്രയിലാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ആ യാത്ര, അത് ഹൈവേ ഓഫ് ഹോളിനെസ്. ഏഷ്യ 35:8 മുതൽ നമ്മൾ കേട്ട വചനങ്ങൾ. We have to travel by that highway of holiness. Every son and daughter of God has to travel by that highway of holiness. വിശുദ്ധി. പ്രിയപ്പെട്ടവരെ, ഇതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ 2021 നമ്മുടെ നോയമ്പിന്റെ സമയത്ത് ഒരു പുതിയ ഒരു രീതിയിൽ നമുക്ക് മാറ്റം വരാൻ വേണ്ടി കർത്താവിന്റെ ആത്മാവിന്റെ ശക്തി, അഭിഷേകം കൂടുതലായിട്ട് വരാനും, നമ്മുടെ ഓരോ കുറവുകൾ, ഇന്ന് നമ്മൾ കണ്ടത് നമ്മുടെ നാവും കൊണ്ടുള്ള പാപം, അശുദ്ധിയിലോട്ട് പോകുന്നത്, അതിനെല്ലാം മാറ്റം വരാനും, കർത്താവിന്റെ വചനം വഴി നമുക്കെല്ലാം മാറ്റം വരാനും, കർത്താവിനെ കൂടുതൽ സ്നേഹിക്കാനും, കർത്താവിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാനും ഇതുവേണ്ടി നമുക്ക് ഈ ഗാനം ഒന്നുകൂടെ പാടാം. നിന്റെ സ്നേഹത്തിൽ അണഞ്ഞിടുവാൻ, നിന്റെ സ്നേഹത്തിൽ നിന്നു നുകരാൻ, നിന്റെ സ്നേഹത്തിൽ ജീവിക്കുവാൻ എന്നെ അനുവദിക്കുക നാഥ. Yes, my Lord. Fill us with your love. അവിടുത്തെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. നീ ക്ഷമിച്ച വണക്ക്, സഹിച്ച വണക്ക്. Give us that grace, my Lord. That's all we ask. ഞങ്ങളുടെ നാവും കൊണ്ടുള്ള ഞങ്ങളുടെ ഓരോ വീക്ക്നെസ്, ഇതെല്ലാം ഞങ്ങളുടെ ടെമ്പർ, ഞങ്ങളുടെ അരിശം, ദേഷ്യം എല്ലാം കർത്താവെ ഞങ്ങൾ സമർപ്പിക്കുന്നു. അവിടുത്തെ സ്നേഹം കൊണ്ട് നിറഞ്ഞാൽ കർത്താവെ, when we are filled with your love, we can do it, Lord, because you have called us to be holy. Be holy in all your conduct. കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ കൂട്ടായ്മയിലുള്ള എല്ലാ ദൈവമക്കളെ, വരാത്തവരെയും ഞങ്ങൾ സമർപ്പിക്കുന്നുണ്ട് ഈശോയെ. താങ്ക് യു ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ പുതിയൊരു അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട്, നമുക്ക് ലീക്കേജ് സംഭവിച്ചു കാണുന്നു. നമ്മുടെ പാപം മൂലമായിട്ട് നമ്മുടെ നാവിന്നും നമ്മുടെ സംസാരം കൊണ്ടൊക്കെ ലീക്കേജ് വന്നിട്ടുണ്ടായിരിക്കും. ഇന്ന് അതെല്ലാം ഒരു പുതിയൊരു അഭിഷേകം കൊണ്ട് നിറയ്ക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പാടാം. നിന്റെ ആത്മാവ് അണഞ്ഞിടുവാൻ, നിന്റെ ആത്മാവ് നിന്നു നുകരാൻ, നിന്റെ ആത്മാവിൽ ജീവിക്കുവാൻ
എന്നെ അനുവദിക്കുക നാഥ. Oh Holy Spirit of the living God, for all those moments we have quenched your fire, നിർവീര്യമാക്കിയ ആ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ കർത്താവെ ക്ഷമ ചോദിക്കുന്നു. എസ്പെഷ്യലി ഞങ്ങളുടെ നാമം കൊണ്ട് പാപം ചെയ്ത ആ നിമിഷങ്ങളെല്ലാം we were grieving you. Lord, we ask for your pardon. Have mercy, Lord. കർത്താവെ, ഒരു പുതിയ ഒരു അഭിഷേകം, പുതിയൊരു വിശുദ്ധിയിലോട്ട് വരാനുള്ള കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Without you we are nothing, O Holy Spirit. Thank you, my Holy Spirit, for your love, for your patience. Hallelujah. അവസാനമായി നമുക്ക് വചനത്തിന്റെ അഭിഷേകം. പ്രിയപ്പെട്ടവരെ, പിന്നെയും പിന്നെയും കർത്താവ് വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. വചനം വരുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ നടന്നിരിക്കും. നമുക്ക് വിശുദ്ധിയിലോട്ട് വരും. When we hear the word of God, we will automatically come closer to the Lord. The word of God will set us free. വചനത്തിൽ പ്രാധാന്യം കൊടുക്കാനും വചനത്തിൽ ആഴത്തിൽ ഇറങ്ങാനും ഈ നോയമ്പ് കാലത്ത് കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. Let your word set us free, my Lord. 1 യോഹന്നാൻ 2:14 കേട്ട കണക്ക്, you are strong because the word of God abides in you and you have defeated the enemy. ശാത്താനെ തോൽപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ വചനം, ആത്മാവിന്റെ വാളായ വചനം, എഫെസ്യസ് 6:17 പറയണക്ക് വചനം, ആ കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നിന്റെ വചനത്തിൽ അണഞ്ഞിടുവാൻ, നിന്റെ വചനത്തിൽ നിന്നു നുകരാൻ, നിന്റെ വചനത്തിൽ ജീവിക്കുവാൻ എന്നെ അനുവദിക്കുക നാഥ, എന്നെ അനുവദിക്കുക നാഥ, എന്നെ അനുവദിക്കുക നാഥ. Hallelujah. We praise you, Lord. Hallelujah. യേശുവേ നന്ദി. Thank you, Lord. We praise you, Lord. Hallelujah. Glory to the Father, the Son, and the Holy Spirit, as it was in the beginning, is now, and ever shall be, world without end. Amen.